ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് 23,581 എന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായ ഒരു സൂചനയാണ്. പ്രത്യേകിച്ച് 23,500 എന്നുള്ള ഒരു കടുത്ത റെസിസ്റ്റൻസ് ലെവൽ മറികടന്ന് അതിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് അത് ബുൾസിന് ചെറിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ലോ അവിടെ നിന്നും ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈയുമായിട്ടുള്ള ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 700 പോയിന്റിൻ്റെ ഒരു ഡിഫറൻസ് ആണത്. അതായത് 22,957 എന്ന ലെവലിൽ വരെ ഇന്നലെ താഴോട്ടേക്ക് പോയ നിഫ്റ്റിയാണ് ഇന്ന് 23,655 ഹൈ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എക്സാക്ട്ലി 698 പോയിന്റിൻ്റെ ഒരു റിക്കവറിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഇത് പൂർണ്ണമായ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണോ അതല്ല ഒരു റിലീഫ് റാലി മാത്രമാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഗ്ലോബൽ ക്യൂസ് വലിയ തോതിൽ ഇമ്പ്രൂവ് ആയിട്ടില്ല. ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് 100-ന് മുകളിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ UAE-യിലെ ഷാ ഗ്യാസ് ഫീൽഡിനെ ലക്ഷ്യമാക്കിയിട്ട് ഇറാൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അതുപോലെ ഓയിൽ റിഫൈനറിയും അതിൻ്റെ മാനുഫാക്ചറിങ് കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഇന്ന് 2% ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഹോർമസ് കടലിടുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ ഓയിൽ ടാങ്കറുകൾക്ക് സംരക്ഷണം നൽകാൻ വാർഷിപ്പുകൾ അയക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യം പല യൂറോപ്യൻ രാജ്യങ്ങളും തള്ളിക്കളഞ്ഞത് വിപണിയിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ യുദ്ധ സാഹചര്യങ്ങൾ കാരണവും അതുപോലെ ഈ ഒരു ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കാരണവും ഒപെക് രാജ്യങ്ങളിൽ പ്രധാനിയായിട്ടുള്ള UAE അവരുടെ എണ്ണ ഉൽപ്പാദനം ഏകദേശം പകുതിയോളം കുറച്ചത് എണ്ണയുടെ ലഭ്യത കുറക്കാൻ കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്ത, ഇറാന്റെ സുരക്ഷാ കൗൺസിൽ തലവനായിട്ടുള്ള അലി ലാരിജാനി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടതിന് തൊട്ട് പിന്നാലെ ഈ ലാരിജാനിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ അഥവാ Xൽ പുതിയൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതും മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ നാവികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായിരുന്നു ആ പോസ്റ്റ്. ഇപ്പോൾ മാർച്ച് 17 നടക്കാനിരിക്കുന്ന അവരുടെ ആ ഒരു ഫ്യൂണറൽ ഡേയ്സിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ്. അപ്പോൾ ഇത് ലാരിജാനി തന്നെ പോസ്റ്റ് ചെയ്തതാണോ എന്ന കാര്യത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ലാരിജാനിയെ വധിച്ചു എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. അദ്ദേഹം ഇന്ന് പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഏതായാലും ആ വിഷയം ഒരു ദുരൂഹമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗ്ലോബൽ ക്യൂസിൽ വലിയ ഇമ്പ്രൂവ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഈ രീതിയിലുള്ള ഒരു റിക്കവറി ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഇവിടെ സംശയം തീർച്ചയായിട്ടും ഉണ്ട്. കൂടാതെ ഇന്നലെ മാർക്കറ്റ് വലിയ തോതിൽ റിക്കവർ ചെയ്തിട്ട് പോലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരും നല്ല തോതിലുള്ള സെല്ലിംഗ് ആണ് ഇന്നലെയും നടത്തിയിട്ടുള്ളത്. അതുകൂടാതെ ഇന്നത്തെ ഈ ഒരു ബൗൺസ് ബാക്കിന് പിന്നിൽ വലിയ തോതിൽ ട്രേഡിംഗ് വോളിയം ഉണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം കുറഞ്ഞ വോളിയത്തിൽ ട്രേഡ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് വലിയ തോതിൽ ഷൂട്ടപ്പ് ചെയ്യാറുണ്ട്. കൂടാതെ ഇന്ത്യൻ റൂപ്പി 92.44 എന്ന ലെവലിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ബൗൺസ് ബാക്ക് നിലനിൽക്കണമെങ്കിൽ നാളെ നിഫ്റ്റി ഒരു 23,500 മുകളിൽ തന്നെ തുടരുകയും അതുപോലെ 23,800 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ റാലി സസ്റ്റെയിൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോഴുള്ള 23,500 ഒരു ശക്തമായ സപ്പോർട്ടായിട്ട് മാറുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 23,500 മുകളിൽ ഒരു സ്ഥിരത കൈവരിക്കുന്നത് വരെ നമ്മൾ തീർച്ചയായിട്ടും ഈ ലെവലുകൾ വാച്ച് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് മാർക്കറ്റിൽ ചില ഡിഫൻസ് സ്റ്റോക്കുകളിൽ നല്ല മുന്നേറ്റം നടന്നായിട്ട് കാണാം. ഡ്രോൺ മേഖലയിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഇൻസെൻറ്റീവുകളാണ് ഈ ഒരു മുന്നേറ്റത്തിന് ഇപ്പോൾ കാരണമായിട്ടുള്ളത്. നമുക്കറിയാം, ഇറാൻ US യുദ്ധത്തിൽ ഇറാൻ അവർ ഡ്രോൺ ഉപയോഗിക്കുന്ന രീതി ആഗോളതലത്തിൽ തന്നെ ഈ വാർ സ്ട്രാറ്റജികളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. കാരണം ഇറാന് ഒരു ഡ്രോൺ ഉണ്ടാക്കാൻ അവർ ചിലവാക്കുന്ന തുക ഏകദേശം $20,000. എന്നാൽ ഇത് വെടിവെച്ചിടാൻ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവ് വരും. അപ്പോൾ ഇത് യുദ്ധത്തിലേർപ്പെടുന്ന ശത്രു രാജ്യങ്ങളെ സാമ്പത്തികമായിട്ടും പ്രതിരോധപരമായിട്ടും കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ സഹായിക്കും. അപ്പോൾ 100 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം അയച്ചിട്ട് ഈ റഡാർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം അതിനെ മൊത്തം ആശയക്കുഴപ്പത്തിലാക്കാൻ ഇറാന് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലത് വെടിവെച്ചിട്ടാലും ഏതാനും ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ തന്നെ അത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വെപ്പണായിട്ട് ഡ്രോൺ മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഡ്രോൺ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതായിട്ട് മിഷൻ ഡ്രോൺ ശക്തി എന്ന ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ചത്.
അപ്പോൾ ഈ ഒരു പദ്ധതിക്കായിട്ട് 1600 കോടി മുതൽ 1800 കോടി വരെ നീക്കിവെക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു 5 വർഷത്തേക്കുള്ള ഒരു പാക്കേജാണിത്. അപ്പോൾ നിലവിലുള്ള PLI സ്കീമിന് പുറമെയാണ് ഈ ഒരു പാക്കേജ്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളിൽ പലതിലും ചൈനീസ് പാർട്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബാറ്ററികൾ, ഫ്ലൈറ്റ് കൺട്രോളുകൾ, മോട്ടറുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിച്ചാണ്. അപ്പോൾ ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോണിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതി വഴി ആനുകൂല്യങ്ങൾ ലഭിക്കുക. അപ്പോൾ വെറും അസംബ്ലിങ് മാത്രം നടത്താതെ ഡ്രോണിന് ആവശ്യമായ നിർണായകമായിട്ടുള്ള ക്രിട്ടിക്കൽ കമ്പോണൻസ് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ വികസിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ സൈനിക ആവശ്യങ്ങൾക്കും അതുപോലെ കൃഷി, ലോജിസ്റ്റിക് തുടങ്ങിയ സാധാരണ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ഡ്രോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ ഒരു ഡ്രോൺ ശക്തി മിഷൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ആനുകൂല്യം കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളുടെ അടിസ്ഥാനത്തിൽ പല ഡിഫൻസ് സ്റ്റോക്കുകളും ഇന്ന് ശക്തമായിട്ട് മുന്നോട്ട് പോയതായിട്ട് കാണാം. അതിലേറ്റവും ലീഡിംഗ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഐഡിയ ഫോർജ് ആണ്. 10% കൂടുതലുള്ള ഒരു റാലി ആ സ്റ്റോക്കിൽ നടക്കുകയുണ്ടായി. കൂടാതെ ഡാറ്റ പാറ്റേൺ, അക്വേഴ്സ്, എംറ്റാർ ടെക്നോളജീസ്, ആക്സിസ് ഗേറ്റ്സ് ടെക്നോളജി, സിഗ്മ അഡ്വാൻസ് സിസ്റ്റം, മിശ്രധാതു നിഗം, JK എൻ്റർപ്രൈസസ്, അപ്പോളോ മൈക്രോ സിസ്റ്റം തുടങ്ങിയ പല ഡിഫൻസ് സ്റ്റോക്കുകളിലും ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഇന്ന് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ഡിഫൻസ് സ്റ്റോക്കുകളും അതിൻ്റെ ഹൈ പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു ഉയർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നത് അത്ര ശരിയായ നിലപാടായിരിക്കില്ല. നമ്മൾ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമ്മൾ കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷനിലായിട്ട് ഏകദേശം 28% താഴേക്ക് വന്ന IDBI സ്റ്റോക്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, IDBI ബാങ്കിൻ്റെ പ്രൈവറ്റൈസേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് കുറേ കാലമായി. ഏകദേശം 5 വർഷത്തിൽ കൂടുതൽ ഉള്ള ഒരു ചരിത്രം അതിനുണ്ട്. അപ്പോൾ ഈ ബാങ്കിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് 2019 LIC 51% ഷെയറുകൾ ഈ ബാങ്കിൽ അവർ അക്വയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ 2021 ഈ സെൻട്രൽ ഗവൺമെൻറ് IDBI ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് നിയന്ത്രണം ഉൾപ്പെടെയുള്ള പ്രൊമോട്ടർ ഹോൾഡിങ് അത് വിൽക്കാനുള്ള അംഗീകാരം നൽകി. അപ്പോൾ സർക്കാരിനുള്ള ഏകദേശം 30.48% ഷെയറുകളും LICയുടെ 30.24% ഷെയറുകളും ചേർന്ന് ആകെ 60.72% ഷെയറുകളാണ് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ലേലത്തിന് വെച്ചത്. അപ്പോൾ വിദേശ നിക്ഷേപകരും ഡൊമസ്റ്റിക് ആയിട്ടുള്ള പല ബാങ്കുകളും അടക്കം പലരും ഈ ഓഹരി വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ ഫെയർഫാക്സ് ഫൈനാൻഷ്യൽസും എമിറേറ്റ്സിലെ NBD ബാങ്കും ഒക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ 2024-25 കാലഘട്ടത്തിൽ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ വിശ്വാസ്യത പരിശോധിക്കുന്ന ഫിറ്റ് ആൻഡ് പ്രോപ്പർ ടെസ്റ്റ് RBI പൂർത്തിയാക്കി. ഇതിനുശേഷം ബാങ്കിൻ്റെ ആസ്തി പരിശോധനയും മറ്റു ഓഡിറ്റിങ്ങും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ ഈ 2026 ഫെബ്രുവരിയിൽ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലേലം, ഫൈനാൻഷ്യൽ ബിഡ്സ് സമർപ്പിക്കുവാൻ വേണ്ടി അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഈ ഫെയർഫാക്സ് ഫൈനാൻഷ്യലും എമിറേറ്റ്സ് NBDയും അടക്കമുള്ള ഫോറിൻ നിക്ഷേപകർ ഉൾപ്പെടെയുള്ള അവരുടെ ലേലത്തുക സർക്കാർ നിശ്ചയിച്ച റിസർവ് പ്രൈസിനേക്കാൾ വളരെയധികം താഴെയാണെന്ന് റിപ്പോർട്ടുകൾ വന്നു. സ്വാഭാവികമായിട്ടും അത് വലിയ നഷ്ടം ഗവൺമെൻറ് ഉണ്ടാക്കും. ഈ വിൽപ്പന നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്തേക്കാം എന്ന ഒരു അൺസർട്ടനിറ്റിയാണ് ഇപ്പോൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ 5 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ tedious ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായത് സ്വാഭാവികമായിട്ട് ഇതിലെ നിക്ഷേപകരെ വലിയ തോതിൽ നിരാശരാക്കിയിട്ടുണ്ട്. കാരണം ഈ IDBI ബാങ്ക് സ്വകാര്യവൽക്കരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ പല ഇൻവെസ്റ്റേഴ്സും ഉയർന്ന വിലക്ക് ഈ ഓഹരികൾ വാങ്ങിയിരുന്നു. അപ്പോൾ ഏതൊരു പബ്ലിക് ബാങ്കും പ്രൈവറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ചുറ്റിപ്പറ്റി വലിയ ആവേശമുണ്ടാകാറുണ്ട്. അതിനെ പ്രൈവറ്റൈസേഷൻ പ്രീമിയം എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ വലിയ പ്രീമിയം വിലയിൽ പലരും ഈ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൈവറ്റൈസേഷൻ ഒന്നുകിൽ വൈകുകയോ അല്ലെങ്കിൽ നിർത്തലാക്കുകയോ ചെയ്യുമെന്നുള്ള സൂചന വന്നതോടെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയർസ് കൂട്ടത്തോടെ വിറ്റഴിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ വലിയൊരു തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇതേപോലെ മറ്റൊരു ബാങ്കിലും കാര്യമായൊരു ഇടിവ് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഏകദേശം 12% ഇടിവാണ് ബന്ധൻ ബാങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബന്ധൻ ബാങ്കിൻ്റെ പ്രൊമോട്ടർമാരായ ബന്ധൻ ഫൈനാൻഷ്യൽ സർവീസസ് അവരുടെ കയ്യിലുള്ള ഓഹരികൾ വിൽക്കാൻ ആലോചിക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സിംഗപ്പൂർ ഗവൺമെൻറ് ഫണ്ടായിട്ടുള്ള GIC, അതുപോലെ ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ തുടങ്ങിയ വൻകിട ഇൻവെസ്റ്റേഴ്സിന് പുറത്തു പോകാനുള്ള ഒരു അവസരം ഒരുക്കാനാണ് ഈ ഒരു വിൽപ്പന. അപ്പോൾ ഏകദേശം 39.74% ഓഹരികളാണ് നിലവിൽ ഈ പ്രൊമോട്ടർമാരുടെ കയ്യിലുള്ളത്. ഇതുകൂടാതെ RBIയുടെ ഒരു റെഗുലേറ്ററി നോംസ് ഉണ്ട്. ആ ഒരു നിയമപ്രകാരം പ്രൊമോട്ടർമാരുടെ ഷെയർ ഹോൾഡിങ് 26% താഴെയായിരിക്കണമെന്ന നിയമമാണ്, പ്രത്യേകിച്ച് ഇത്തരം പ്രൈവറ്റ് ബാങ്കുകളിൽ. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രൊമോട്ടർമാർ ഈ ഓഹരികൾ
വിൽക്കാൻ നിർബന്ധിതമാകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബന്ധൻ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ആസാം, പശ്ചിമ ബംഗാളിലൊക്കെയാണ്. അപ്പോൾ ബന്ധൻ ബാങ്കിൻ്റെ ബിസിനസ്സിൽ വലിയൊരു ഭാഗം മൈക്രോ ഫിനാൻസ് വായ്പകളാണ്. അപ്പോൾ ഈ ബംഗാളിലും ആസാമിലുമാണ് ഏറ്റവും അധികം ശാഖകൾ ഇവർക്കുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ വായ്പ എഴുതി തള്ളുക എന്നൊരു വാഗ്ദാനം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ നിന്ന് ലോൺ എടുത്ത ആളുകൾ സ്വാഭാവികമായിട്ടും അവരെടുത്ത ലോൺ തിരിച്ചെടുക്കില്ല. കാരണം പുതിയ ഗവൺമെൻറ് വന്നാൽ ഇത് എഴുതിത്തള്ളുമെന്ന് അവർക്ക് പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കമ്പനിയുടെ NPA വർദ്ധിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റ് വർദ്ധിക്കാൻ കാരണവും കിട്ടാക്കടം വലിയ തോതിൽ വർദ്ധിക്കും. അപ്പോൾ അത് ഈ ബാങ്കിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്നുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓഹരികൾ പലരും വിറ്റൊഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.